ഹലോ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ മുട്ടയോ ഓയിലോ ഒന്നും ഉപയോഗിക്കാതെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഹെൽത്തി മയോണൈസും അതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സിമ്പിൾ റെസിപ്പിയുമാണ് ഇവിടെ ഷെയർ ചെയ്യുന്നത്. എല്ലാവരും വീഡിയോ കണ്ടു നോക്കിയേ. നല്ല ഹെൽത്തി ആയിട്ടുള്ള മയോണൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് നട്ട്സൊക്കെ എടുത്ത് വെള്ളത്തിലിട്ട് പൊതിരാൻ വേണ്ടി വെക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഇവിടെ എടുത്തത് ഒരു 10-25 കാഷ്യൂ നട്ട്സാണ്. പിന്നെ ഒരു 10-18 ബദാം എടുത്തിട്ടുണ്ട്. ഇനി ഇത് വെറും കാഷ്യൂ നട്ട്സ് മാത്രം ഉപയോഗിച്ചിട്ടും അല്ലെങ്കിൽ വെറും ബദാം മാത്രം ഉപയോഗിച്ചിട്ടും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇനി രണ്ടും കൂടി മിക്സ് ചെയ്ത് ഉണ്ടാക്കുമ്പോഴാണ് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതുകൊണ്ടാണ് ഞാനിവിടെ രണ്ടും കൂടി എടുത്തത്. ഇനി ആ ബദാം പരിപ്പ് ഒന്ന് പൊതിർന്നതിന് ശേഷം ഒരു അരമണിക്കൂറിന് ശേഷം നല്ലോണം ഒന്ന് പൊതിർന്നിട്ടുണ്ട്. അതിന് ശേഷം അതിൻ്റെ തോലൊക്കെ ഒന്ന് പോക്കിയെടുക്കുക. അങ്ങനെ എല്ലാത്തിൻ്റെയും തോല് നമ്മൾ കളഞ്ഞെടുക്കണം. പെട്ടെന്ന് തന്നെ കഴിയും. വെള്ളത്തിലിട്ട് പൊതിർത്തി വെച്ചാൽ പിന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ അതിൻ്റെ തോല് കളഞ്ഞെടുക്കാൻ പറ്റും. ഇങ്ങനെ തോല് കളഞ്ഞ ബദാം നമുക്കിനി ഒരു മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അരച്ചെടുക്കണം. ഇപ്പോൾ ഇതാ ബദാം തോല് പൊളിച്ച് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ പുതിർത്തി വെച്ച കാഷ്യൂ നട്ട്സും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്കാണ് നമ്മൾ ഇടുന്നത്. അതിലേക്ക് ആ കാഷ്യൂ നട്ട്സ് ഇട്ട് കൊടുക്കുക. ബദാം പരിപ്പും കാഷ്യൂ നട്ട്സും ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു 4-5 വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു ടീസ്പൂൺ വിനാഗിരി, ഒരു 1/4 ടീസ്പൂണോളം ഉപ്പ്, ഒരു 1/4 ടീസ്പൂൺ പെപ്പർ പൗഡർ. ഞാനിവിടെ വൈറ്റ് പെപ്പറാണ് ഉപയോഗിക്കുന്നത്. ഏത് പെപ്പർ ആയാലും കുഴപ്പമൊന്നുമില്ല. വൈറ്റ് പെപ്പർ ഉപയോഗിക്കുമ്പോൾ ഇതിൻ്റെ കളറൊന്നും മാറുകയില്ല. ഇനി പെപ്പർ നിർബന്ധമൊന്നുമില്ല. ചെറിയൊരു എരിവിന് വേണ്ടി മാത്രമാണ് ഇത് ചേർക്കുന്നത്. അതില്ലെങ്കിൽ നമുക്ക് ഈ മയോണൈസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ ഇതിലേക്ക് ചേർത്തത് 2 ടീസ്പൂൺ പാലാണ്. ഇതെല്ലാം കൂട്ടി നല്ലോണം ഒന്ന് അരച്ചെടുക്കണം. മിക്സിയിൽ വെച്ച് നല്ലോണം ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നല്ലോണം ഒന്ന് അരിഞ്ഞിട്ടില്ല, ചെറിയ കഷ്ണങ്ങളൊക്കെ ഉണ്ട്. അത് കുഴപ്പമില്ല. ഇനി അടുത്ത് ഒന്നും കൂടി അരയ്ക്കുന്നുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് നല്ലോണം ഒന്ന് അരച്ചെടുക്കുക. നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം. തീരെ കഷ്ണങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ ഞാൻ നല്ലോണം ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ മയോണൈസ് റെഡി ആയിട്ടുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ള മയോണൈസ് റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു മയോണൈസ് ആയിരിക്കും. കാരണം ഹെൽത്തിനൊന്നും ഒരു കുഴപ്പമില്ലാത്ത നല്ല ഹെൽത്തി ആയിട്ടുള്ള മയോണൈസാണ്. ഇപ്പോൾ മറ്റു മയോണൈസിൻ്റെ ഇഷ്യൂസൊക്കെ നിൽക്കുന്ന സമയത്ത് ഇതുപോലുള്ള മയോണൈസ് ഉണ്ടാക്കി കുട്ടികൾക്കൊക്കെ കൊടുക്കുക. അവർക്ക് ഹെൽത്തിനും നല്ലതാണ്, വളരെ ഇഷ്ടപ്പെടുകയും ചെയ്യും. ഇനി ഇതുപയോഗിച്ച് ഞാനിവിടെ ചെറിയൊരു റെസിപ്പി ഉണ്ടാക്കുന്നുണ്ട്. അത് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇത് ആദ്യം വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. കണ്ടില്ല, നല്ല വൈറ്റ് കളർ തന്നെയുണ്ട്. വൈറ്റ് പെപ്പർ ഉപയോഗിച്ചത് കൊണ്ടാണ് ഇതിനങ്ങനെ ഇത്രയും വൈറ്റ് കളർ കിട്ടിയത്. ഇനി ബ്ലാക്ക് പെപ്പർ ആയാലും കുഴപ്പമൊന്നുമില്ല. കളറിന് കുറച്ചൊരു വ്യത്യാസം ഉണ്ടാവുന്നേ ഉള്ളൂ. ഇനി പെപ്പർ തീരെ ഉപയോഗിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. കണ്ടില്ല, നല്ല തിക്നെസ് ഉള്ള മയോണൈസാണ് നമുക്ക് കിട്ടിയത്. നല്ല ടേസ്റ്റുമാണ്. ഇനി നമുക്ക് ആ റെസിപ്പി എന്താണെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ബ്രെഡാണ് എടുത്തത്. ബ്രെഡ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ബ്രെഡ് കൊണ്ട് ഒരു സാൻഡ്വിച്ച് ഉണ്ടാക്കുകയാണ്. അതിനുവേണ്ടി ആദ്യം തന്നെ 2 കോഴിമുട്ട പുഴുങ്ങി വെച്ചിരുന്നു. അത് ഇതോണം ഒന്ന് വട്ടത്തിൽ പീസാക്കി വെക്കുക. ഇതോണം നൈസായിട്ട് വട്ടത്തിൽ അരിഞ്ഞ് വെക്കുക. ഇതോണം തന്നെ അരിയണമെന്നൊന്നുമില്ല. ഞാനൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ടാണ് ഇതോണം ചെയ്തത്. നല്ലോണം ഒന്ന് ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചാലും മതി. ഇനി അതിലേക്ക് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അത് ചൂടാവുമ്പോൾ അതിലേക്ക് 1 സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുക. ബട്ടറോ അല്ലെങ്കിൽ ഓയിലോ എന്തായാലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് നമ്മൾ നേരത്തെ നൈസായിട്ട് കട്ട് ചെയ്ത് വെച്ച കോഴിമുട്ട അതിലേക്ക് ഇട്ട് കൊടുക്കണം. അതിനു മുമ്പ് അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി വിതറി കൊടുക്കുക. അത് ഓപ്ഷണലാണ്, നിർബന്ധമൊന്നുമില്ല. എന്നിട്ട് ആ കോഴിമുട്ട ഒരു സൈഡ് ഒന്ന് ലൈറ്റ് ബ്രൗൺ കളറാകുമ്പോൾ
തിരിച്ചിട്ട് മറ്റേ ഭാഗം അതോണം കളറാക്കി എടുക്കുക. അപ്പോൾ കോഴിമുട്ടയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഈ കുരുമുളകിലും ബട്ടറിലും കിടന്ന് ഇങ്ങനെ മൊരിഞ്ഞ് വരുമ്പോൾ കോഴിമുട്ട ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ സാൻഡ്വിച്ച് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ വെച്ചാൽ അപ്പോൾ കോഴിമുട്ട കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് വരും. അതിനു വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ രണ്ട് സൈഡും നല്ലോണം ഒന്ന് മൊരിയിച്ചെടുത്തിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യാം. ഇനി അതിനു വേണ്ടി ഞാനിവിടെ 2 ബ്രെഡ് എടുത്ത് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കണം. ബ്രൗൺ പോർഷനൊക്കെ ഒന്ന് ഒഴിവാക്കുക. എന്നിട്ട് അതിൻ്റെ ഒരു സൈഡിൽ ഒന്നെടുക്കുക. അതിൻ്റെ ഒരു സൈഡിൽ മയണൈസ് ഉണ്ടാക്കി വെച്ച മയണൈസ് ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. എന്നിട്ട് നേരത്തെ നമ്മൾ മൊരിയിച്ച് വെച്ച കോഴിമുട്ട എടുത്ത് അതിൻ്റെ 2 പീസ് എടുത്ത് വെക്കുക. അതിൻ്റെ 2 സൈഡിലായിട്ട് വെക്കുക. ഇനി ഇതിൽ നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ വേണമെങ്കിൽ അതും വെച്ച് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഇത് മാത്രമേ വെക്കുന്നുള്ളൂ, വേറൊന്നും വെക്കുന്നില്ല. കുറച്ച് കുക്കുംബറോ വട്ടത്തിൽ അരിഞ്ഞതോ അല്ലെങ്കിൽ തക്കാളി വട്ടത്തിൽ അരിഞ്ഞതൊക്കെ വെച്ച് കൊടുത്താലും നല്ല ടേസ്റ്റാണ്. ഇനി മറ്റേ ബ്രെഡിൻ്റെ ഒരു വശം ഇതോണം മയണൈസ് തേച്ച് പിടിപ്പിച്ച് ഇതോണം ഒന്ന് കവർ ചെയ്യുക. അങ്ങനെ നമുക്ക് വേണ്ട ബ്രെഡൊക്കെ ഇങ്ങനെ ചെയ്തെടുക്കുക. എന്നിട്ട് ഇതോണം തന്നെ വേണമെങ്കിൽ ഇങ്ങനെ തന്നെ കഴിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഒന്ന് ടോസ്റ്റ് ചെയ്തിട്ട് കഴിച്ചെടുക്കാം. ഞാനിവിടെ ടോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഇതോണം നടുവ് കൂടി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അതും നിർബന്ധമല്ല, ഇത് മുഴുവനായിട്ട് തന്നെ നമുക്ക് ഇതോണം തന്നെ ടോസ്റ്റ് ചെയ്യാനും പറ്റും. അത് ടോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് അത് ചൂടാകുമ്പോൾ അതിലേക്ക് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ചൂടായപ്പോൾ ഞാൻ അതിലേക്ക് നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച സാൻഡ്വിച്ചിൻ്റെ പീസ് എടുത്ത് വെക്കുക. എന്നിട്ട് ഒരു വശം മുരിഞ്ഞ് വരുമ്പോൾ മറ്റേ വശം അതോണം തന്നെ ബ്രൗൺ കളറാക്കുക. അപ്പോഴേക്കും നമ്മുടെ സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ടാവും. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ. ആ മയോണൈസ് കൂട്ടി ഇങ്ങനെ സാൻഡ്വിച്ച് ഉണ്ടാക്കിയപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്, പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോഴേക്കും നമ്മുടെ ടേസ്റ്റ് ചെയ്തിട്ടുള്ള സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇതുപോലെ മയോണൈസ് ഉണ്ടാക്കി സാൻഡ്വിച്ച് ഉണ്ടാക്കി നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.